നമസ്കാരം, കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂത്താട്ടുകുളം മേഖലാ സമ്മേളനവും കുടുംബസംഗമവും കൂത്താട്ടുകുളത്ത് നടന്നു. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഷൈജു ജോസഫ് അധ്യക്ഷതയിൽ ചേർന്ന യോഗം MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KD ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം നേടിയ പോലീസ് ഓഫീസർ KV അഭിലാഷിനെ സംസ്ഥാന ട്രഷറർ MN ബാബു ആദരിച്ചു. മേഖലാ സെക്രട്ടറി മേഴ്സി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു, വൈസ് ചെയർമാൻ PG സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി നവാബ് ജാൻ, അഷ്റഫ് കല്ലേലിൽ, റോബിൻ ജോൺ, മർക്കോസ് ജോയ്, അഷ്റഫ് ഇഞ്ചുകുടി, PC ജോസഫ്, സിയാദ് വിസ്മയ, ജോയ് ജോസഫ്, ബെന്നി വർഗീസ്, റിജ്മോൻ PLX, ജെക്സി ഡേവിഡ്, സമീർ മൂപ്പൻ, സന്തോഷ് PA തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗതപ്രസംഗം വളരെ നീണ്ട പ്രസംഗമായിരിക്കും. അതുകൊണ്ടാണ് എന്നോട് ആദ്യമേ സംസാരിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറഞ്ഞത്. അരമണിക്കൂറിന് മുകളിലുള്ള സ്വാഗതപ്രസംഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ സ്വല്പം തിരക്ക് കൂട്ടുന്നത് റവന്യൂ മന്ത്രി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് മണിയിലാണ്. അദ്ദേഹം തലവരപ്പുറമിൽ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് എനിക്ക് എത്തണം. എനിക്കിവിടെ ഒരു അരമണിക്കൂറോളം ഓട്ടോ ഉണ്ട് ഈ മണിയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അതിനിടയിൽ മറ്റൊരു ആവശ്യവുമുണ്ട്. അതുകൊണ്ടാണ് സമയത്തിന്റെ ക്രമം കൃത്യമായി പാലിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഈ പരിപാടി ഏറ്റ സമയത്ത് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. പക്ഷെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥമാണ് നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ടൈറ്റ് ആയിപ്പോയത്. ഉൾക്കൊള്ളണം അഭ്യർത്ഥിക്കട്ടെ. അധ്യക്ഷനൊപ്പം സംസാരിക്കുന്നത് KTGA കൂത്താട്ടുകുളം മേഖലാ സമ്മേളനവും കുടുംബസംഘവും ഇവിടെ നടത്തപ്പെടുകയാണ്. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഈ സംഘടന രൂപീകൃതമായി കേരളത്തിലെ വസ്ത്ര വ്യാപാര മേഖല 45 വർഷത്തോളമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസരമാണ്. സംഘടനയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുള്ളവരെ ഏകോപിപ്പിക്കുവാനും വ്യാപാര മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുവാനും ഇടവരുന്ന നിലയിലേക്ക് മാറുന്നു എന്നത്. ഇപ്പൊ മേഖലാ സമ്മേളനം എന്ന് പറയുന്നത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 5 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വസ്ത്രവ്യാപാര മേഖല വലിയൊരു വിപണിയാണ് കേരളത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് അതിലേക്ക് ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. ഉപഭോക്താക്കൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മത്സരവും അതുകൊണ്ട് തന്നെ വളരെ വർദ്ധിതമാണ്. പത്രസമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. കൂത്താട്ടുകുളം ഞാൻ ഏകദേശം 32 വർഷമായി കൂത്താട്ടുകുളത്ത് എത്തിയ ആളാണ്. ആ 32 വർഷം മുമ്പ് കണ്ട കൂത്താട്ടുകുളം 2025 വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ കൂത്താട്ടുകുളത്തുണ്ടായ വികസനം കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ വ്യാപാരം എല്ലാ മേഖലകളിലും തകർന്ന് നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച സമയത്ത് നമ്മുടെ സംഘടനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ എത്രയോ നിരവധി വിഷയങ്ങൾ. GSTയുടെ ഒരു പ്രശ്നമാണ്. GST ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും നമ്മളോട് കാണിക്കുന്ന ചില വിഷയങ്ങൾ എടുക്കുന്ന നിലപാടുകളൊക്കെ പലപ്പോഴും പ്രശ്നമാകാം. അതുപോലെ തന്നെയുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഞങ്ങളൊക്കെ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മറ്റേതു മേഖലയിൽ ഓൺലൈൻ ട്രേഡിംഗിൽ മറ്റേതു മേഖലയിലുള്ളതിനേക്കാൾ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ഒരു വലിയ ആക്രമണ ഭീഷണി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഈ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് ട്രേഡിംഗ്. ഇത്രയും വലിയൊരു പരിപാടിയിൽ കേട്ടുവർക്കുന്നതിനും ഇങ്ങനെയൊരു അനുമോദനം എനിക്ക് തന്നതിനും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തുടർന്നുള്ള വ്യാപാര മേഖലകളിലും വ്യാപാര ദിനങ്ങളിലും നിങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും എല്ലാവിധ ഉന്നമനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നു ജയിക്കുന്നു. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.